ഒരു ഏട്ടനും അനിയനും ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലികളായിട്ട് അവർ ഭയങ്കര സന്തോഷത്തിലും ഐക്യത്തിലും വളരെ സുഖലോലുപതിയിലും കഴിയായിരുന്നു. കാരണം രണ്ടാളുടെയും കൃഷിസ്ഥലം ഒരുപാട് വലുതായിരുന്നു. അവർ ഒരുപാട് അതിൽ പൊന്ന് വിളയിക്കുന്ന ഒരു ഭൂമിയാക്കി അതിനെ കൊണ്ടു നടന്നു. അങ്ങനെ അവർ ഒരുപാട് കൃഷിയിലും ഏറ്റവും മികച്ചവരാണെന്ന് പേര് കേട്ട ആൾക്കാരായിരുന്നു. അവരുടെ വീടുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായി ഒരു പാലം പണിതിരുന്നു. അവർക്ക് ആ പാലത്തിൽ കൂടിയിട്ടാണ് രണ്ട് ഫാമിലികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ദൂരീകരിക്കുകയും പരസ്പരം കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തോ കൃഷിസംബന്ധമായ ഒരു വഴക്കിൻ്റെ പേരിൽ അവർ തമ്മിൽ പരസ്പരം പിണങ്ങുകയും ഏട്ടൻ ഒരാളെ വിളിച്ചിട്ട് പറയും, ആ പാലം എടുത്ത് കളയൂ, ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട എന്ന് പറയും. അങ്ങനെ അയാൾ ആ പാലം എടുത്ത് കളയും. അപ്പോൾ അനിയന് ദേഷ്യം വന്നിട്ട് അനിയൻ ഫാമിലിയുമായിട്ട് കൂടിയാലോചിക്കുമ്പോൾ അയാളുടെ ഭാര്യ പറയും, നമ്മൾ എന്തായാലും അയാൾ പാലെടുത്ത് കളഞ്ഞല്ലോ, അപ്പം നമുക്കതിൻ്റെ നടുവിൽ ഒരു പലക കൊണ്ടുള്ള ഒരു മതിൽ തീർത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാമെന്ന് പറയും. അങ്ങനെ അയാൾ ഒരു ആശാരിയെ ഏൽപ്പിച്ചിട്ട് അവർ ഫാമിലി മൊത്തം വേറൊരു ഭാഗത്തേക്ക് മാറി താമസിക്കുകയാണ്. കാരണം ഇനി പലക വെച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വരുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ച് അവരവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ പിന്നെ അവർ ഒരു കുറേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, പണി കഴിഞ്ഞു എന്ന് അറിയിച്ചതിൻ്റെ പ്രകാരം അവർ തിരിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് മതിലല്ല, പഴയൊരു പാലം തന്നെയായിരുന്നു. അപ്പോൾ അനിയന് ഭയങ്കര സന്തോഷമായി. കാരണം ഏട്ടൻ ഇങ്ങനെയാണല്ലോ തീരുമാനിച്ചത് എന്ന് വിചാരിച്ചിട്ട് ഏട്ടനോട് പോയിട്ട് സോറി പറയുകയൊക്കെ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ആ മതിലിന് പകരം പാലം പണിതത് ആ ഒരു ആശാരി തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത കൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ രണ്ട് കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സൗഹൃദപരമായ ഒരു അടുപ്പവും എല്ലാം അറിയാമായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ആ ആശാരിയായിരുന്നു അതിനിടയിൽ പ്രവർത്തിച്ച് അവർക്ക് മതിലിന് പകരം പാലം പണിത് കൊടുത്തത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, അത് സംഘടനകളിലായാലും കുടുംബാംഗങ്ങളിലായാലും ഏതു പ്രവർത്തികളിലായാലും പരസ്പരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനുള്ള മതിലാവണോ പാലമാവണോ എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടതാണ്. ഇത് രണ്ടുമാവാൻ ആ ഒരു സന്ദർഭത്തിൽ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നല്ലൊരു വ്യക്തികൾ തമ്മിലുള്ള അടുപ്പത്തിന് നല്ലൊരു പാലമാവാൻ എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള ശരി. കാരണം നമുക്ക് ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ മതിലാവാനും പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏത് പ്രശ്നത്തിനും ഒരു പാലമാവാനാണ് കഴിവതും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊരാളുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വേഗം ദൂരീകരിച്ച് അതിനെ പ്രശ്നപരിഹാരം ചെയ്ത് വളരെയധികം രമ്യതയിൽ പോകാനും നമ്മളെല്ലാവരും പരിശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.